കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത് പ്രേക്ഷകർ. അഞ്ചുപേരുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിട്ടുണ്ട്. മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, എപ്പോഴാണ് മൃതദേഹം അവിടെ എത്തിച്ചത്? ആരൊക്കെയാണ് ഏറ്റുവാങ്ങാനായി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നത്? അവിടെ നിന്നുമുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, അല്പനേരം മുൻപാണ് നെയ്റോബിയിൽ നിന്നുള്ള വിമാനം നെടുമ്പാശ്ശേരിയിലെത്തിയത്. മൃതദേഹം മന്ത്രി പി രാജീവാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കെനിയയിലെ നെഹ്റുവിലാണ് ബസ് അപകടമുണ്ടായി 5 മലയാളികളടക്കം കൊല ചെയ്യപ്പെടുന്നത്, മരണപ്പെടുന്നത്. 26 പേരടങ്ങുന്ന സംഘം നേരത്തെ വിദേശത്ത് നിന്നും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അവർ 8 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി പോയതായിരുന്നു. ഇതിനിടയിലാണ് അപകടമുണ്ടാകുന്നതും 5 മലയാളികൾ മരണപ്പെടുന്നതും. ഇപ്പോൾ 5 പേരുടെയും മൃതദേഹം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ സ്വദേശികളായിട്ടുള്ള 2 പേരാണ് ഉള്ളത്. അതിൽ ജസ്ന 29 വയസ്സാണ്, മൂവാറ്റുപുഴ സ്വദേശിനി. 29 വയസ്സുള്ള ജസ്നയുടെ മകൾ റൂഹി മെഹ്റിൻ 1.5 വയസ്സാണ് ആ കുട്ടിക്കുള്ളത്. കൂടാതെ മാവേലിക്കര ചെറുകാൽ സ്വദേശിനി ഗീത ഷോജി ഐസക്ക്. ഗീതയുടെ മകൻ കലൂരിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം ആസ്റ്റർ മെഡിസിറ്റിയിൽ 2 ദിവസത്തേക്ക് സൂക്ഷിക്കാനും തുടർന്ന് ചൊവ്വാഴ്ചയോടുകൂടി സംസ്കാരം നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ പാലക്കാട് മണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള റിയാൻ 41 വയസ്സാണ് റിയയ്ക്കുള്ളത്. ഇവരുടെ മകൾ ടൈറ റോഡ്രിഗസ് 7 വയസ്സുകാരിയാണ്. അങ്ങനെ 5 പേരുടെ മൃതദേഹം കെനിയയിൽ നിന്നും അല്പനേരം മുൻപാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ ഇവരോടൊപ്പം ഇവരുടെ ബന്ധുക്കളും നെയ്റോബിയിൽ നിന്നും ഈ വിമാനത്തിലുണ്ടായിരുന്നു. ഈ 5 മൃതദേഹങ്ങൾ വിവിധയിടങ്ങളിലേക്ക് 2 പേരുടെ മൃതദേഹം മൂവാറ്റുപുഴയിൽ കൊണ്ടുപോകും. മൂവാറ്റുപുഴയിലെ മൃതദേഹം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സംസ്കരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ പാലക്കാടേക്കുള്ള മൃതദേഹവും അങ്ങനെ തന്നെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പാലക്കാടേക്കുള്ള മൃതദേഹം കോയമ്പത്തൂരിലായിരിക്കും അന്തിമോപചാരമെല്ലാം നടക്കുക. ഈ കലൂരിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കലൂർ ഗീത ഷോജി ഐസക്ക് ഇവരുടെ സംസ്കാര നടപടികൾ അത് ചൊവ്വാഴ്ചയായിരിക്കും നടക്കുന്നത്. ചൊവ്വാഴ്ചയായിരിക്കും ഗീത ഷോജി ഐസക്കിന്റെ സംസ്കാര നടപടികൾ നടക്കുക. അന്ന് ഉച്ചയോടുകൂടി തന്നെ പാലാരിവട്ടം മാർത്തോമ ചർച്ചിൽ വെച്ചായിരിക്കും നടപടികളെല്ലാം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആംബുലൻസുകളായി നേരത്തെ അല്പനേരം മുമ്പ് അറിയിച്ചിരുന്നത്. ഇവിടെ പലയിടങ്ങളിലായി മൃതദേഹം സൂക്ഷിക്കുമെന്നുള്ളതായിരുന്നു, ഇവിടെ അന്തിമോപചാരം അർപ്പിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്നില്ല. പകരം ഓരോ മൃതദേഹങ്ങളും ബന്ധുക്കൾക്കായി വിട്ടു നൽകുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു വലിയ സംഘം ഇങ്ങോട്ടേക്കായി എത്തിയിട്ടുണ്ട്. അവരോരോരുത്തരായി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്കായി വിട്ടു നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തെല്ലാമാണ് നടപടി എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സംസ്കാരം, മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സംസ്കാരം ചൊവ്വാഴ്ച 9 മണി തുടങ്ങി 12 മണി വരെയും പൊതുദർശനം ഷെറിൻ മാർത്തോമ ചർച്ചിലാണ് പാലാരിവട്ടത്ത്. അന്ന് 9 മണി തുടങ്ങി 12 മണി വരെ അവിടെ ശുശ്രൂഷയാണ്. അപ്പൊ പൊതുദർശനം അവിടെ തന്നെയാണ്. ഇപ്പോൾ ഇത് എങ്ങോട്ടാണ് ഈ മൃതദേഹം കൊണ്ട്? ഇതിപ്പോ നേരെ റിനൈ മെഡിസിറ്റിയിൽ കൊണ്ട് മോർച്ചറിയിൽ വെക്കും. അവരുടെ ഫാദറും ഫാദറിന്റെ ബ്രദറും ഇപ്പൊ വന്നിട്ടുണ്ട്. അവരൊന്നിച്ച് നേരെ എല്ലാരും കൂടെ നമ്മൾ റിനൈയിലെ മെഡിസിറ്റിയിൽ മോർച്ചറിയിലാണ് വെക്കണത്. ഗീത ഷോജിയുടെ ഭർത്താവും ഒപ്പം തന്നെ മകനും ഉണ്ടായിരുന്നല്ലോ അന്ന്? അതെ, ആക്സിഡന്റ്. അതെ, ഈ മകന് അപകടം ഇനിയിപ്പോ നേരെ പുള്ളി മകനെ നേരെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടാണ് അവിടെ ഡോക്ടറിനെ കാണിച്ചിട്ട് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്തിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങണത്. ഇല്ലെങ്കിൽ അവർ റിക്വസ്റ്റ് എടുത്തിട്ട് സർജറി പിന്നത്തേക്ക് മാറ്റി വെക്കും. ഫ്യൂണറൽ കഴിഞ്ഞിട്ട് സർജറി ചെയ്യുള്ളൂ. ചൊവ്വാഴ്ചയാണ് മറ്റ് സംസ്കാരം. ആരോൺ മാർത്തോമ ചർച്ച് പാലാരിവട്ടം. ആരോൺ മാർത്തോമ സംസ്കാര നടപടി.
തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം നിഷി ആ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ്റെ ഭാരവാഹി കൂടിയാണ്. അവർ ചൊവ്വാഴ്ചയായിരിക്കും ഈ ഷോജി ഗീത ഐസക്കിൻ്റെ സംസ്കാര നടപടികളെല്ലാം നടത്തുക. ഇങ്ങനെ ഓരോ ബന്ധുക്കൾക്കായി മൃതദേഹം വിട്ടു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 5 പേരാണുള്ളത്. ഈ 5 പേരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് മന്ത്രി വിട്ടു നൽകിയിട്ടുണ്ട്. മന്ത്രി പി രാജീവ്. അദ്ദേഹം രാവിലെ 8 മണിയോടുകൂടി തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയിരുന്നു. അവിടെ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങിയതും അദ്ദേഹം തന്നെയാണ്. പിന്നീട് അദ്ദേഹം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയാണ് ഉണ്ടായത്. നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുൻപാണ് കെനിയയിലെ നെഹ്റുവിലുണ്ടായിരുന്ന ബസ് അപകടത്തിൽ 5 മലയാളികൾ മരണപ്പെട്ടത്. അവർ ഖത്തർ എയർവേസ് വിമാനത്തിലായിരുന്നു അന്ന് ഈ ആഫ്രിക്കയിലേക്ക് പോയത്. അവിടെ നിന്നും ഈ നെഹ്റുവിൽ വെച്ച് ബസ് അപകടത്തിൽ ഈ 5 പേർ കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഈ 5 പേരുടെയും മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് സംസ്ഥാന സർക്കാരും കൃത്യമായി ഇടപെടലുകൾ നടത്തിയിരുന്നു. കാരണം ഇവർക്ക് യെല്ലോ വാക്സിൻ ഇവിടെ നിന്ന് ബന്ധുക്കളൊക്കെ പോകുമ്പോൾ യെല്ലോ വാക്സിൻ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും മന്ത്രി പി രാജീവ് കൂടി ചേരുകയാണ്. മിനിസ്റ്റർ, ഇത് ഏതാ എല്ലാവർക്കും കൈമാറി. അതിലിപ്പോൾ മൂവാറ്റുപുഴയിൽ അവരിമ്മ തന്നെയാണ് സംസ്കാരം ഉദ്ദേശിക്കുന്നത്. പാലാരിവട്ടത്തെ അവർ മെഡിക്കൽ ടെസ്റ്റ് മോർച്ചറിയിലേക്ക് മാറ്റി ചൊവ്വാഴ്ചയാണ് അവരുടെ പുണറൽ. മറ്റൊന്ന് പാലക്കാട്ടേക്കാണ്. എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. സാധാരണ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ യെല്ലോ ഫീവറിന്റെ വാക്സിനേഷൻ അത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും അതിനനുസരിച്ചുള്ള ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് വേണം കാര്യങ്ങൾ നടത്തേണ്ടതെന്നുള്ള പൊതു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി എല്ലാ രൂപത്തിലും കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട്. വളരെ ദുഃഖകരമായ സംഭവമാണ്. ഒരു വിനോദത്തിന് പോയവർ പെട്ടെന്ന് മറ്റൊരു രാജ്യത്ത് വെച്ച് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം കണ്ടു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ആ വേദനയിൽ പങ്കുചേരുന്നു. ഇല്ല, അത് നമ്മളിപ്പോൾ ഇവിടുന്ന് ആംബുലൻസ് ഇറക്കി അവർക്കൊരു 1.25 മണിക്കൂർ ആ രൂപത്തിൽ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ആംബുലൻസിൽ വെച്ച് തന്നെ ഞങ്ങളെല്ലാവരും അവർക്ക് ആദരവ് നൽകിയത്. എത്രയും പെട്ടെന്ന് ചില മൂവാറ്റുപുഴയിലാണെങ്കിൽ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പാണ് അവർ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അവർക്ക് എമിഗ്രേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും അവിടെ എയർപോർട്ട് ചെയ്തു കൊടുത്തു. മറ്റ് സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് പൊതുദർശനം അവരവരുടെ വീടുകളിൽ വെച്ചിട്ടാണ്. അവരെ കണ്ടിരുന്നു. ഞാനിപ്പോൾ അകത്ത് പോയി കണ്ടിരുന്നു. 3 പേരെ പരിക്ക് പറ്റിയവരെ കണ്ടിരുന്നു. ഒരു അച്ഛനും മകനും മറ്റൊരു കുട്ടിയും 3 പേരെയും കണ്ടിരുന്നു. അവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് അവരെ പോകുന്നത്. അവർക്ക് ആവശ്യമായ ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറിയിരിക്കുന്നു. ഇനി ഓരോ ഈ മൃതദേഹം എത്തിക്കുന്നതിന് വേണ്ട നടപടികളും സംസ്ഥാന സർക്കാർ ചെയ്തു നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഈ ആംബുലൻസ് പോകുമ്പോൾ സർക്കാരിൻ്റെ ഒരു അകമ്പടിയോടുകൂടിയായിരിക്കും ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും കടത്തിവിടുക. ഓരോ അതിർത്തികളിലും ഓരോ ജില്ലകളുടെയും അതിർത്തികളിലും സർക്കാർ വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ വീട്ടിലേക്ക് പരമാവധി വേഗത്തിലെത്തിച്ച് സംസ്കാര നടപടികളൊക്കെ എത്രയും വേഗത്തിലാക്കുക, അതിനുവേണ്ട നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെനിയയിൽ നിന്ന് 5 മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അതിവേഗത്തിലുള്ള ഇടപെടലുകൾ തന്നെയാണ് നടത്തിയിരുന്നത്. ബന്ധുക്കളടക്കമുള്ള ആളുകൾക്ക് യെല്ലോ ഫീവറിൻ്റെ ടെസ്റ്റ് നടത്തേണ്ടതായിരുന്നു. അതിന് നിരവധി സമയമെടുക്കുമായിരുന്നു. പക്ഷേ ആ സമയങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ആദ്യ ആംബുലൻസ് ഇവിടെ നിന്നും പുറപ്പെടുകയാണ്. അതിന് പരമാവധി വേഗത്തിൽ ഇവിടെ നിന്നും ഈ മൃതദേഹങ്ങൾ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് മാവേലിക്കര ചെറുകോൾ സ്വദേശിനിയായിട്ടുള്ള നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ജൂൺ 9-നാണ് കെനിയയിലെ നെഹ്റുവിൽ അപകടം സംഭവിക്കുന്നത്. വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് അപകടത്തിൽ 5 മലയാളികളാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഖത്തറിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ 28 അംഗ ഇന്ത്യൻ സംഘമാണ് അവിടെ അപകടത്തിൽപ്പെടുന്നത്. അവിടെ മരിച്ച 5 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ, പാലക്കാട് എന്നീ ഇടങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ്.
മാവേലിക്കര തുടങ്ങിയ ഇടങ്ങളിൽ ഉള്ള ആളുകളാണ്. അവരുടെ മൃതദേഹമാണിപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അത്യന്തം സങ്കടകരമായ സാഹചര്യം തന്നെയാണ്. ഒരു വിനോദയാത്രയ്ക്ക് പോയി അവിടെ വെച്ച് ജീവൻ നഷ്ടപ്പെടുക എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ വേദന, ആ ആഘാതം, ആ വിയോഗം ഇതുവരെയും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ പ്രിയപ്പെട്ടവർ, മരണമടഞ്ഞവരുടെ പ്രിയപ്പെട്ടവർ മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. തീർച്ചയായും കണ്ടു നിൽക്കാൻ കഴിയാത്ത സങ്കടം തന്നെയാണ് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. അത്രയും സങ്കട കാഴ്ചകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാണുന്നത്. ഗീത ഷോജി ഐസക്, റിയ ആൻ, ടെറ റോഡ്രിഗസ്, ജസ്ന, റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ചത്. ജസ്നയുടെ മകളാണ്, 1.5 വയസ്സുള്ള മകളാണ് റൂഹി മെഹ്റിൻ. അങ്ങനെ വല്ലാത്ത സങ്കട കാഴ്ചകളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഔദ്യോഗിക നടപടികളൊക്കെ പൂർത്തിയാക്കി. യെല്ലോ ഫീവർ വാക്സിൻ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച പ്രത്യേക ഇളവ് കേന്ദ്രം അനുവദിക്കുകയും ചെയ്തു. അതോടെ നടപടിക്രമങ്ങൾ വേഗത്തിലായി എന്ന് തന്നെ പറയാം. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നോർക്ക റൂട്ട്സും കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും പ്രവാസി സംഘടനകളുമെല്ലാം ഇടപെട്ടാണ് മൃതദേഹം വേഗത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാൻ സാധിച്ചത്. അവരുടെയൊക്കെ ഇടപെടലോടെയാണ് ജൂൺ 9 അപകടം സംഭവിച്ചത്. റിയയുടെ ഭർത്താവ് ജോയൽ, മകൻ ട്രാവിസ് എന്നിവർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ജോയലിന് തോളിന് പരിക്കേറ്റു. സഹിൻ അവിടെ നിന്ന് തുടരുകയാണ്. സഹിൻ, ജോയലിൻ്റെ ദൃശ്യങ്ങളാണോ നമ്മൾ ഇപ്പോൾ കാണുന്നത്? അവരും ഈ പരിക്കേറ്റവരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ റിയയുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗീത ഷോജി ഐസക്കിൻ്റെ ഭർത്താവും ഒപ്പം തന്നെ മകനും, ഇളയ മകനുമാണ് ഇവിടെയുള്ളത്. ഇവർക്ക് 2 പേർക്കും അന്ന് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കാണാം, ഭർത്താവിൻ്റെ കൈക്ക് ഒടിവുണ്ട്, ഇടത് കൈക്ക് ഒടിവുണ്ട്. ഒപ്പം തന്നെ കഴുത്തിനും അദ്ദേഹത്തിൻ്റെ കഴുത്തലിനും പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ മകനും സമാനമായ അപകടങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വലത് കൈക്ക് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്കാണ്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ശസ്ത്രക്രിയ ആവശ്യമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതായി ഉണ്ടാകും. അല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക് ഈ സംസ്കാര നടപടികൾ പൂർത്തിയാകുന്നതിന് മുറയ്ക്ക് പിന്നീട് ശസ്ത്രക്രിയ ചെയ്യാം എന്നുള്ളതായിരിക്കും. എന്തായാലും ഇവരെ നേരെ മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് എറണാകുളം റിനൈ മെഡിസിറ്റിയിലേക്കാണ്. അവിടെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കും. തുടർന്ന് ഈ ഭർത്താവിനെയും ഒപ്പം തന്നെ ഇളയ മകനെയും, ഇവർ 2 പേരെയും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് ഇവർക്ക് വേണ്ട വൈദ്യസഹായം ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ട നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഈ 2 പേരെയും അവിടെ എത്തിക്കുന്ന മുറയ്ക്ക് അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ 2 പേരെയും കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസുകളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. 3 പേർ ചേർന്ന് ഈ ഗീത ഷോജി ഐസക്കും ഭർത്താവും മകനും അടങ്ങുന്ന 3 പേരായിരുന്നു അന്ന് ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് ടൂറിനായി പോയിരുന്നത്. ഇതിൽ അവർ യാത്ര ചെയ്ത ബസ് നെഹ്റുവിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ആ അപകടത്തിൽ 6 പേരാണ് മരണപ്പെട്ടത്. അതിൽ 5 മലയാളികളുടെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, കെനിയയിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അവരുടെ ബന്ധുക്കൾ ആ അപകടത്തിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഉറ്റവർ കൂടി ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവരുടെ കാഴ്ചകളാണ്, അവിടെ നിന്നുമുള്ള സങ്കട കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവച്ചത്.